ശരിക്കും നേമത്തെ ജനങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ്. നേമം നിയോജക മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒരു തിരഞ്ഞെടുപ്പ് മാത്രമാണ് BJP ജയിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജയിച്ചിട്ടുള്ളത്. 5 വർഷക്കാലം കൊണ്ട് ഈ നേമത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നേമത്തെ ജനങ്ങൾക്കും ബാധകമാണ്. ഗെയിൽ പൈപ്പ് ലൈൻ അടക്കമുള്ള കാര്യങ്ങൾ നടക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുള്ള പല കാര്യങ്ങളും നടന്നത് അത് നേമത്തെ ജനങ്ങൾക്ക് ബാധകമാണ്. ഉദാഹരണം, 23 സ്കൂളുകളാണ് ഉള്ളത്. 19 സ്കൂളുകൾക്കും പുതിയ സ്കൂൾ കെട്ടിടങ്ങളായി. അതൊരു ലോക അത്ഭുതങ്ങളിലൊന്നാണ്. അങ്ങനെ ആരോഗ്യരംഗമായിരുന്നാലും വിദ്യാഭ്യാസ രംഗമായിരുന്നാലും ഗതാഗത രംഗത്തായിരുന്നാലും പാലങ്ങൾ പണിയുന്ന കാര്യത്തിൽ മുടവൻമുകൾ പാലം 12.5 കോടി രൂപയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. ഏതാണ്ട് 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളോട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ വികസന പ്രവർത്തനം വിലയിരുത്തുന്ന ഏതൊരാൾക്കും BJPയുടെ 5 വർഷക്കാലത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും വിലയിരുത്തി കഴിഞ്ഞാൽ കണ്ണടച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് ചെയ്യും. ഏതെങ്കിലും തരത്തിൽ എതിരാളി BJP ആകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ BJP തന്നെയാണ് എതിരാളി എന്ന് പറയുന്നത്. ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് കാണേണ്ടതായിട്ടുള്ളത്.